ഈ മഴക്കാലത്ത് നമ്മുടെ ഓർക്കിഡ് പ്ലാന്റിന് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു ഓർഗാനിക് വളമാണ് ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതെങ്ങനെയാണ് ഉപയോഗിക്കുന്നതും കൂടെ ഞാൻ ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ കിഡിലൻ വളം ഏതാണെന്ന് അറിയണ്ടേ? അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. വെൽക്കം ടു ഓർക്കിഡ് വില്ല. ഞാൻ മാക്സി ചൂട്. ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ആള്. സീവീഡ് ലിക്വിഡ് ഫെർട്ടിലൈസർ. ഇതൊരു ഓർഗാനിക് ഫെർട്ടിലൈസർ ആണ്. ഇത് ഞാൻ ഞങ്ങളുടെ അടുത്തുള്ള കടകളിൽ നിന്നൊന്നും എനിക്ക് കിട്ടിയില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ ഓൺലൈനിൽ വരുത്തിച്ചതാണ്. കുറച്ച് കോസ്റ്റ്ലി ആണ്. അതായത് 250 ml 300 rupees ആണ് വരുന്നത്. അപ്പോൾ ഇത് ഗ്രാനുവൽ രൂപത്തിലും കിട്ടുന്നുണ്ട്. അപ്പൊ നമുക്ക് ഈ മഴ സമയത്ത് നമുക്ക് ലിക്വിഡ് ഫോമിലാണല്ലോ അത്യാവശ്യമുള്ളത്. അപ്പോൾ ലിക്വിഡ് ഫെർട്ടിലൈസർ വാങ്ങിക്കുന്നതായിരിക്കും നല്ലത്. ഇത് സീവീഡിൽ നിന്ന് ഉണ്ടാക്കുന്ന ഒരു ഫെർട്ടിലൈസർ ആണ്. സീവീഡ് എക്സ്ട്രാക്ട് ചെയ്ത് എടുക്കുന്നതാണ്. അപ്പോ സീവീഡ് എന്താണെന്ന് അറിയോ? നമുക്ക് സീവീഡ് എന്താണെന്ന് നോക്കിയിട്ട് വരാം. സീവീഡ് എന്ന് പറയുന്നത് കടലിന്റെ അടിയിലുണ്ടാകുന്ന ഒരുതരം പായലാണ് കേട്ടോ. ആ പായലിൽ നിന്ന് പലതരം പ്രോസസ്സിങ്ങിലൂടെ റെഡിയാക്കി ഉണ്ടാക്കുന്നതാണ് നമ്മുടെ ഈ സീവീഡ് ലിക്വിഡ്. കണ്ടില്ലേ, സീവീഡ് കണ്ടില്ലായിരുന്നു? ഇതാണ് കടലിനടിയിലെ പായല്. ആ പായല് വെച്ചാണ് നമ്മുടെ ഈ ഫെർട്ടിലൈസർ ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മുടെ കേരളത്തില് സീവീഡിന്റെ പ്രോസസ്സിങ് ഉണ്ടോ, നടത്തുന്നുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. അപ്പോ അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാട്ടോ. അപ്പൊ അതെല്ലാവർക്കും ഉപകാരപ്രദമായിരിക്കുമല്ലോ. സീവീഡ് ഒരു NPK ഫെർട്ടിലൈസർ ആണ്. അതായത് നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം. അതായത് നമ്മുടെ സീഡ്ലിങ്സിനൊക്കെ ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ പെട്ടെന്ന് ഗ്രോത്ത് ഉണ്ടാകാനും വേരൊക്കെ പെട്ടെന്ന് വരാനായിട്ടൊക്കെ ഉപകരിക്കുന്ന ഒരു ഫെർട്ടിലൈസർ ആണ് സീവീഡ്. ഓർക്കിഡിന് മാത്രമല്ല കേട്ടോ, ഇലച്ചെടികൾക്കും ഫ്ലവറൊക്കെ ഉണ്ടാകുന്ന ചെടികൾക്കും എല്ലാം, അതായത് അഡീനിയം, റോസ്, ഫ്ലവറൊക്കെ ഉണ്ടാകുന്ന ചെടികളില്ലേ, ആ ചെടികൾക്കെല്ലാം നമുക്ക് സീവീഡ് ഫെർട്ടിലൈസർ സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ. നല്ല ഗ്രോത്ത് ഉണ്ടാകുകയും ഫ്ലവറൊക്കെ നല്ല കളറിലൊക്കെ ഉണ്ടായി കിട്ടുകയൊക്കെ ചെയ്യും. എല്ലാവർക്കും സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യം പറയട്ടെ. ഈ സീവീഡ് ഫെർട്ടിലൈസർ നമ്മുടെ മെച്ചോർഡ് ആയിട്ടുള്ള ഓർക്കിഡ് പ്ലാന്റിന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അത് നന്നായിട്ട് ഹെൽത്തി ആയിട്ട് വളർന്നു കിട്ടുകയും 2ഉം 3ഉം സ്പൈക്കൊക്കെ ഉണ്ടാക്കി കിട്ടുകയും ചെയ്യും. അതുകൊണ്ട് ഈ ഫെർട്ടിലൈസർ ഓർഗാനിക് ആണെന്ന് പറഞ്ഞ് തള്ളിക്കളയരുത്. ഇതൊരു പവർഫുൾ ആയിട്ടുള്ള ഒരു ഫെർട്ടിലൈസറാണ്. കടൽപ്പായലിൽ നിന്ന് ഉണ്ടാക്കുന്ന ഫെർട്ടിലൈസർ ആയതുകൊണ്ട് ഇതിൽ ന്യൂട്രീഷ്യൻസ് കൂടുതലായിട്ട് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ ന്യൂട്രീഷ്യൻസ് ആണ് നമ്മുടെ ഓർക്കിഡ് പ്ലാന്റിന് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ അതിന്റെ ഓർക്കിഡ് പ്ലാന്റിനെ ഹെൽത്തി ആക്കുന്നതും 2-3 സ്പൈക്കൊക്കെ ഉണ്ടാക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്നത്. ഇത് ഫുഡ് ഐറ്റമായിട്ടൊക്കെ എടുക്കുന്നുണ്ട്. സീവീഡ് ഇപ്പോൾ എക്സ്ട്രാക്ട് ചെയ്ത് ന്യൂട്രീഷ്യൻസ് കൂടുതലുള്ളത് കൊണ്ട് ഫുഡായിട്ടൊക്കെ വരുന്നുണ്ട്. ഒരു ഗ്രീനിൽ ഒരു ഷീറ്റ് പോലെയൊക്കെ വരുന്നുണ്ട്. ഞാനത് യൂട്യൂബിൽ കണ്ടതാണ്. എനിക്ക് അതിനെക്കുറിച്ച് കറക്റ്റ് അറിയില്ല, ഞാൻ കഴിച്ചിട്ടില്ല. കഴിച്ചവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക. പിന്നീട് ഗുളികയിട്ടൊക്കെ വരുന്നുണ്ട്. ഒരു പച്ചക്കളർ ഗുളിക ഞാൻ കണ്ടിട്ടുണ്ട്. കടൽ പായലിൽ നിന്ന് ഉണ്ടാക്കുന്നതാണെന്നാണ് പറഞ്ഞു കേട്ടത്. എനിക്കറിയില്ല, അതിനെക്കുറിച്ച് എനിക്കറിയില്ല. ഇപ്പോൾ ഭയങ്കരമായിട്ട് സീവീഡിന്റെ ഗുണങ്ങൾ അറിഞ്ഞുകൊണ്ട് ഇപ്പോൾ ഭയങ്കരമായിട്ട് ഇത് നമ്മൾ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. സീവീഡ് എന്താണെന്നും അതിന്റെ ഗുണങ്ങളെ കുറിച്ചൊക്കെ ഞാനിപ്പോൾ പറഞ്ഞു തന്നു കഴിഞ്ഞു. ഇനി നമുക്ക് അത് എങ്ങനെയാണ് നമ്മുടെ പ്ലാന്റിൽ അപ്ലൈ ചെയ്യേണ്ടതെന്ന് കൂടി നോക്കാം. മഴക്കാലത്ത് ഓർക്കിഡിന് ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സ് ഉപയോഗിക്കാൻ പാടില്ല. ഈ നിയമമാണ് നമ്മൾ ബ്രേക്ക് ചെയ്തിട്ടുള്ളത്. എന്ന് പറഞ്ഞ് എല്ലാ ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സും ഈ മഴ സമയത്ത് ഓർക്കിഡിന് ഉപയോഗിക്കാൻ പാടില്ല. ഇത് ശരിയാണോ? മഴക്കാലത്ത് ഓർക്കിഡിന് ഓർഗാനിക് വളങ്ങൾ ഉപയോഗിക്കരുത്. ഈ തമ്പനയിൽ ഞാനൊരു വീഡിയോ കഴിഞ്ഞ പ്രാവശ്യം അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ വീഡിയോയ്ക്ക് ശേഷം നിങ്ങൾ ആ വീഡിയോ കഴിഞ്ഞ ശേഷം മാത്രമേ ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സ് ഓർക്കിഡിന് ചെയ്തു കൊടുക്കാൻ പാടുള്ളൂ. അതായത് ആ വീഡിയോയിൽ ഞാൻ ഏതൊക്കെ ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സ് ആണ് നമ്മുടെ ഓർക്കിഡിന് ഉപയോഗിക്കേണ്ടതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അതിന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടു നോക്കുക.
അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് നോക്കാം. ഇത് ലിക്വിഡ് ഫെർട്ടിലൈസർ ആണ്. അതായത് നമ്മൾ 1 ലിറ്റർ വെള്ളത്തിൽ ഈ അളവ് എന്ന് പറയുന്നത് കണ്ടല്ലോ, ഈ ഇതിൽ തന്നെ കിട്ടുന്ന ഈ ഫെർട്ടിലൈസറിൻ്റെ കൂടെ കിട്ടുന്ന ഒരു അളവ് ഗ്ലാസ്സാണിത്. ഇത് ശരിക്ക് നമ്മൾ ചെയ്യുന്ന ഇവരിതിൽ പറയുന്നത് 1 ലിറ്റർ വെള്ളത്തിൽ 5 ml ലിക്വിഡാണ് നമ്മൾ എടുക്കേണ്ടത്. പക്ഷെ ഞാനിത് 2.5 ml ലിക്വിഡ് മാത്രമാണ് എടുത്തിരിക്കുന്നത്. അതായത് നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു ഫെർട്ടിലൈസറിന് മുമ്പ് ഞാൻ എപ്പോഴും പറയുന്നതാണ്, ആദ്യമായിട്ട് നമ്മൾ ചെയ്യുന്ന ഫെർട്ടിലൈസർ നമ്മൾ അവർ പറയുന്ന റേഷ്യോയിൽ തന്നെ ഉപയോഗിക്കരുത്. ഇപ്പോൾ മഴക്കാലം കൂടി ആയതുകൊണ്ട് നമ്മളൊന്ന് 2.5 ml മാത്രമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒഴിക്കാൻ പോവുകയാണേ. 1 ലിറ്റർ വെള്ളത്തിലേക്ക്, മറക്കരുത്, 1 ലിറ്റർ വെള്ളത്തിലേക്ക് 2.5 ml ആണ് നമ്മൾ ഈ ഫെർട്ടിലൈസർ എടുക്കുന്നത്. അങ്ങനെ നമ്മുടെ അടിപൊളി ഓർഗാനിക് സീവീഡ് ഫെർട്ടിലൈസർ റെഡി ആയിട്ടുണ്ട്. ഇത് ഒരു നിസ്സാരക്കാരനായ ഒരു ഫെർട്ടിലൈസർ അല്ല. അതായത് NPK, നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം, കാൽസ്യം, മിനറൽസ്, സിങ്ക്, മഗ്നീഷ്യം, ഇങ്ങനെയുള്ള കുറേ ധാതുലവണങ്ങളും ന്യൂട്രീഷ്യൻസൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു റിച്ച് ആയിട്ടുള്ള ഒരു ഫെർട്ടിലൈസറാണ് ഇത്. 2 ആഴ്ച കൂടുമ്പോൾ മാത്രം നമ്മൾ ഈ ഫെർട്ടിലൈസർ നമ്മുടെ ഓർക്കിഡിന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതിയാവും. മഴയുള്ള സമയങ്ങളിൽ നമ്മളിത് സ്പ്രേ ചെയ്ത് കൊടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. നല്ല മഴയുള്ള സമയത്ത് നമ്മളിത് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ റൂട്ടൊക്കെ നനഞ്ഞിരിക്കുമായിരിക്കും. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ ഇതും കൂടി ചെയ്തിട്ടുണ്ടെങ്കിൽ വേസ്റ്റ് ആകത്തേ ഉള്ളൂ. അത് നമ്മുടെ ഈ ഫെർട്ടിലൈസർ വേരുകൾ വലിച്ചെടുക്കത്തില്ല. പിന്നീട് ചിലപ്പോൾ ഫംഗൽ ഇൻഫെക്ഷൻസോ അല്ലെങ്കിൽ വേര് ചീഞ്ഞു പോകുക അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മളത് റിപ്പോർട്ട് ചെയ്യാനൊക്കെ നടക്കണം. പിന്നെ അത് റിക്കവർ ചെയ്തെടുക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നല്ല മഴയുള്ള സമയത്ത് ഇത് നമ്മൾ ചെയ്യണ്ട. ഒരു 2-3 ദിവസമൊക്കെ മഴ മാറി നിൽക്കുന്ന സമയം ഉണ്ടാവില്ലേ, ആ സമയങ്ങളിൽ, അതായത് നമ്മുടെ പ്ലാന്റ് ഡ്രൈ ആയി നിൽക്കുന്ന സമയങ്ങളിൽ മാത്രം നമ്മളിത് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ പ്ലാന്റ് ഇത് പെട്ടെന്ന് അബ്സോർബ് ചെയ്തോളും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി, അതായത് എൻ്റെ ഈ ഫെർട്ടിലൈസറും നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നീട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നോട് വിളിച്ച് ചോദിച്ചോളൂ കേട്ടോ. പിന്നെ പറയാൻ ഒരു കാര്യം കൂടെ ഉണ്ട്. അതായത് നമ്മുടെ 150 രൂപയുടെ നിയർ ബ്ലൂമിങ് പ്ലാന്റ് എൻ്റെ സെയിൽ നടന്നുകൊണ്ടിരിക്കുകയാണേ. അപ്പോൾ വേണ്ടവർ നമ്മളെ വാട്സപ്പിൽ കോണ്ടാക്ട് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഓക്കെ, നിർത്തട്ടെ. താങ്ക് യു.